നമസ്കാരം. ഈ ഓൺലൈനിൽ കൂടി ആൾക്കാർ പരിചയപ്പെട്ട് പൈസ തട്ടുന്ന പരിപാടി നമ്മൾ പണ്ടൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇല്ല. പക്ഷേ എങ്കിലും ഇന്നും അങ്ങനത്തെ ഒരു പരിപാടികളുണ്ട്. ഞാനത് ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ ദിവസം എന്നെ ഒരു ലേഡി വിളിച്ച് അവരുടെ കാര്യം പറഞ്ഞപ്പം ഞാനൊന്ന് കേട്ടു, ഒന്നുകൂടെ ഒന്ന് നിങ്ങളോടൊക്കെ പറയുന്നതേ ഉള്ളൂ. പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് 8ലോ 9ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പത്രത്തിൻ്റെ കൂടെ, മലയാള മനോരമ പത്രത്തിൻ്റെ കൂടെ ഒരു ചെറിയൊരു കൂപ്പൺ പോലെ വന്നു. അതിൽ സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നമ്പർ, അതായത് ഇവർ പറയുന്ന നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ സ്ക്രാച്ച് ചെയ്ത് നോക്കി. അപ്പോൾ നോർമലി 9ഓ 8ഓ അങ്ങനെ എന്തോ ഒരു നമ്പർ വന്നു. ആ നമ്പറാണ് അവർ പറഞ്ഞിരുന്നത്. ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു. മലയാള മനോരമ പത്രത്തിൻ്റെ കൂടെയാണല്ലോ വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. എവിടെയോ എങ്ങനെ നമുക്ക് ഡെയിലി എങ്ങനെ കിട്ടിയതാണ്. അപ്പം ഇവർ പറഞ്ഞു, നിങ്ങൾ വിന്നറാണ്, സമ്മതിച്ചു, നിങ്ങളുടെ അഡ്രസ്സ് പറ, ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. ഞാൻ എട്ടിലങ്ങാണ്ട് പഠിക്കുന്ന സമയത്താണ്. അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു. ഇതേപോലെ പോസ്റ്റ് വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ 1000 രൂപ പേ ചെയ്തെങ്കിൽ അത് റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് വലിയ ഷോക്കിംഗ് ആയിപ്പോയി. 1000 രൂപ കൊടുക്കണോ? അപ്പോൾ 1000 രൂപ കൊണ്ട് കൊടുത്തു. നമുക്കൊരു വലിയൊരു പാക്കറ്റ് കിട്ടി. ഒരു 10-20 ബുക്സ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞേ, 1000 രൂപ കൊടുത്തെങ്കിലും 1000 രൂപയെക്കാളും ഭയങ്കരമായിട്ട് വൃത്തിയായിട്ടുള്ള, അല്ല സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് വേണ്ട ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള പുസ്തകങ്ങളായിരുന്നു. അപ്പം ഒരു തരത്തിൽ അവർ പറ്റിച്ചാണ്, പക്ഷേങ്കിൽ വലിയ പറ്റിയില്ല. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ അല്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എന്നെ കോൺടാക്ട് ചെയ്ത ലേഡി പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് എവിടുന്നോ ചാറ്റിങ്ങിൽ കൂടി കിട്ടിയ ഒരു വിദേശിയായ ഒരു വ്യക്തി. ഈ വിദേശിയായ വ്യക്തി ഇവരോട് നന്നായിട്ട് സംസാരിക്കുന്നു, വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നു, എല്ലാ കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നോർമലായിട്ട് നല്ലൊരു ഫ്രണ്ടിനെ പോലെ സംസാരിച്ചിരിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അദ്ദേഹം ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കാം. അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ സംഭവം എന്നുള്ളത്. ഇവർ പറഞ്ഞു, ഓക്കെ ഗിഫ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇല്ല എൻ്റെ ഒരു സ്നേഹത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞു. ഇവരുടെ അഡ്രസ്സ് മേടിക്കുന്നു. 2 ദിവസം കഴിയുമ്പോൾ ബോംബെയിൽ നിന്നോ ഡൽഹിയിൽ നിന്ന് വിളിക്കുകയാണ്, ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, ഇത് കേരളത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ 25,000 രൂപ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ സമയത്താണ് ഇവർ സത്യം പറഞ്ഞാൽ ഇതൊരു ട്രാപ്പാണെന്നുള്ള കാര്യം മനസ്സിലാവും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഇന്ന് ഈ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് ഒരു പക്ഷേ കേരളത്തിലും അല്ല മറ്റു സ്ഥലത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം ഈ പറയുന്ന വിദേശിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് പരിചയപ്പെടുന്ന, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നതും നന്നായിട്ട് ചാറ്റ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരൊക്കെ വിദേശത്തു നിന്ന് ഇരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അത് എവിടെയോ ഇരിക്കുന്ന, നമുക്ക് പണ്ടൊക്കെ ഇഷ്ടം പോലെ മെയിലൊക്കെ വരും, എൻ്റെ കയ്യിൽ ഭയങ്കര കാശ് ഇരിപ്പുണ്ട്, നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്, എൻ്റെ ഇരിക്കുന്ന കാശിൻ്റെ ബാക്കി നിങ്ങൾക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ചാരിറ്റി ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാൻ തരികയാണ്, നിങ്ങൾ ഡീറ്റെയിലൊക്കെ അയച്ചു തരുന്നു. നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സത്യമാണെന്ന് കരുതും. നമ്മളെ എങ്ങനെ പറ്റിക്കാമെന്ന് ചിന്തിക്കുന്ന പല അടവുകളാണ്. ഞാൻ പറഞ്ഞേ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കേസൊക്കെ നിങ്ങൾക്ക് പണ്ടൊക്കെ വളരെയധികം കേട്ടുകേഴ്വിയുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും ഇപ്പോഴും ഇതേ നമ്പർ ഉപയോഗിച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം പല ആൾക്കാരുടെ അടുത്തും വന്നിരുന്ന് സംസാരിച്ച് അവരോട് കോണ്ടാക്ട് ചെയ്ത് നല്ല ബന്ധം പുലർത്തി ഇത്തരം കാര്യത്തിലേക്ക് ഇടപെടുത്തി അവരിൽ നിന്ന് ചിലപ്പം പറ്റിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. 10 പേരുടെ അടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ ഒരാൾ ചിലപ്പോൾ പറ്റിക്കപ്പെടുമായിരിക്കും. ശ്രദ്ധിക്കുക, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും നാട്ടിൽ ഇങ്ങനത്തെ പറ്റിയിട്ട് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിന് സത്യം ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ കോളേജിലൊക്കെ പഠിച്ച സമയത്ത് ഇത്തരം പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതേ പാറ്റേൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കരമായ ഒരു അതിശയമായി പോയി. നിങ്ങളേക്ക് ഞാൻ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. താങ്ക് യു.